ത്രിയേക ദൈവത്തിന് സ്തുതി. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു, എന്നാൽ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ എവിടെ നിന്നാണ് വീണുപോയിരിക്കുന്നത് എന്ന് ഓർക്കുക, അനുദപിക്കുക, ആദ്യകാലത്തെ ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, എഫേസസിൽ സഭയോടായി പറഞ്ഞ ഈ വചനങ്ങൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹം വല്ലാതെ തണുത്തുറഞ്ഞു പോകുന്നൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന് പോലും അത്തരമൊരു പരാതി നമ്മോടുണ്ട്. ഓരോ ദിനവും നമ്മോട് ഉള്ള അവൻ്റെ സ്നേഹം അവൻ നവീകരിക്കുമ്പോൾ നമ്മിൽ ആ സ്നേഹത്തിൻ്റെ ചൂട് നഷ്ടമാകുന്നുവോ? ആദ്യ സ്നേഹമായ ക്രിസ്തുവിനെ നാം മറന്നുവോ? വിശുദ്ധ മത്തായി 12:24 നാം കാണുന്നു, അനീതിയുടെ ആധിക്യം മൂലം പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. ഇവിടെയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഗുരുവിൻ്റെ ചോദ്യം നേരിടുന്ന പത്രോസിനെ നാം കാണുന്നത്. ഓരോ തവണ തൻ്റെ നേരെ ചോദ്യം ഉയരുമ്പോഴും അവനിലൊരു വിലാപം ഉയരുന്നുണ്ട്. എൻ്റെ കർത്താവെ, സർവവും അവിടുന്ന് അറിയുന്നു എന്ന കരച്ചിലിലാണ് അത് അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ കരച്ചിലിൽ അവസാനിക്കുന്നത്? അത് സ്നേഹത്തെ പ്രതിയുള്ള പട്ടിണി കൊണ്ടാവണം, സ്നേഹം എന്നിൽ തണുത്തുറഞ്ഞു എന്ന ബോധ്യം കൊണ്ടാവണം. അതുമല്ലെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ടത് തേടിയുള്ള യാത്രയിൽ സ്നേഹത്തെ നാം വിസ്മരിച്ചു പോയത് കൊണ്ടാവണം. ഈ നോമ്പുകാലം എഫേസോസിൽ സഭയോടെന്ന പോലെ നമ്മോടും ഒരു ക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യ സ്നേഹമായ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് തിരികെ നടക്കുവാൻ, അവനിൽ വീണ്ടും ജീവിക്കുവാനുള്ള ക്ഷണം. അതിനായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, അവിടെ നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിയുക. രണ്ടാമതായി, നമ്മൾ വന്നുപോയ വീഴ്ചകളെ പ്രതി അനുദപിക്കുക, പശ്ചാത്തപിക്കുക. മൂന്നാമത്തേതായി, നമ്മുടെ ആദ്യ സ്നേഹമായ ക്രിസ്തുവിലുള്ള പ്രവൃത്തികൾ വീണ്ടും ചെയ്യുക. അനീതിയുടെ പാത വെടിഞ്ഞ് പുണ്യങ്ങളുടെ സുഗന്ധത്തെ, ക്രിസ്തു എന്ന സുഗന്ധത്തെ ഹൃദയത്തോട് ചേർക്കുക. നോമ്പിൻ്റെ ജാഗരണത്തിലൂടെ തിരികെ ക്രിസ്തു എന്ന സ്നേഹത്തിലേക്ക്, ആ ആദ്യ സ്നേഹത്തിൻ്റെ വിരുന്മേശയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കുഞ്ഞുനാളിൽ നാം പഠിച്ച പാഠങ്ങളെല്ലാം ഓർത്തെടുക്കാം. നമ്മളിൽ വീണ്ടും ജീവൻ്റെ തുടിപ്പുകൾ ഉയരണം, വിശ്വാസത്തിൻ്റെ ദീപ്തങ്ങൾ തെളിഞ്ഞു കാണണം.